ഓരോ നിമിഷവും മുഖമിനുക്കുന്ന മുംബൈക്ക് മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടി സ്വന്തമായിട്ട് നാളുകളായി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കടൽപ്പാലങ്ങളിൽ ഒന്നാണ് മുംബൈയിൽ ഉദ്ഘാടനം കഴിഞ്ഞ 21.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു നവസേവ സീ ലിങ്ക്. 3 പതിറ്റാണ്ടിൻ്റെ സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലങ്ങളിൽ 12ാം സ്ഥാനത്താണ് അടൽ സേതു കടൽപ്പാലത്തിൻ്റേത്. മുംബൈയിലെ ഗതാഗതക്കുരുക്ക് കാരണം 1990കളിൽ ആലോചന തുടങ്ങിയ പദ്ധതി 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത്. മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്കുള്ള ഗതാഗതം ഇനി കൂടുതൽ എളുപ്പമായിരിക്കുകയാണ്. 21.8 കിലോമീറ്റർ നീളമുള്ള കടൽപ്പാലം ഒരു വർഷം നൽകുന്നത് 100 കോടിയോളം രൂപയുടെ ഇന്ധന ലാഭവുമാണ്. പ്രതിവർഷം 10 ബില്യൺ ലിറ്റർ ഇന്ധനം ലാഭിക്കാം എന്നാണ് വിലയിരുത്തൽ. മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് കേവലം 20 മിനിറ്റ് കൊണ്ട് ആളുകൾക്ക് യാത്ര ചെയ്ത് എത്താൻ സാധിക്കും. നേരത്തെ ഇതിനായി 2 മണിക്കൂർ ആവശ്യമായിരുന്നു. മുംബൈയിലെ സെവ്രിയിൽ നിന്ന് ആരംഭിച്ച് റായ്ഗഡ് ജില്ലയിലെ ഉറാൻ താലൂക്കിലെ നവാഷെവയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. 16.50 കിലോമീറ്റർ കടലിലും 5.5 കിലോമീറ്റർ കരയിലുമാണ് ഈ 6 വരി കടൽപ്പാലം സ്ഥിതി ചെയ്യുന്നത്. മുംബൈയിലെ സെവ്രിയിൽ നിന്ന് ആരംഭിക്കുന്ന MTHL റായ്ഗഡ് ജില്ലയിലെ ഉറാൻ താലൂക്കിലെ നവാഷെവയിൽ എത്തിച്ചേരുകയും ശിവാജി നഗർ, ജാസി ചിർലെ എന്നിവിടങ്ങളിൽ ഇൻ്റർചേഞ്ചുകൾ ഉള്ളതുമാണ് ഈ കടൽപ്പാലം. 17,843 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിച്ചതെങ്കിലും നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ 22,000 കോടിയായി ഉയരുകയും ചെയ്തതാണ്. ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ്റെ സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയത്. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി 7 വർഷം കൊണ്ട് നിർമ്മിച്ച പാലം 1 നൂറ്റാണ്ട് നീണ്ടു നിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രതിദിനം ഏകദേശം 70,000 വാഹനങ്ങൾ ഈ വഴി കടന്നുപോകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇരുവശത്തും 3 വരികളുള്ള പാതയിൽ 2 എമർജൻസി എക്സിറ്റുകളും ഉണ്ട്. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനായി ഉണ്ടാക്കിയ ചെറു സമാന്തര പാലം നിലനിർത്തുകയും ചെയ്യും. ദേശാടന കിളികളെ നിരീക്ഷിക്കാനുള്ള ഇടമായി ആ പാലത്തെ മാറ്റിയിട്ടുണ്ട്. യാത്രക്കാർ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും പോലീസ് പുറത്തിറക്കിയിരുന്നു. പാലത്തിൽ 4 വീലറുകളുടെ പരമാവധി വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററായിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. മോട്ടോർ ബൈക്കുകൾ, ഓട്ടോറിക്ഷകൾ, ട്രാക്ടർ, മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ, സാവധാനത്തിൽ ഓടുന്ന വാഹനങ്ങൾ എന്നിവ കടൽപ്പാലത്തിൽ അനുവദിക്കുന്നില്ലെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. കാറുകൾ, ടാക്സികൾ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ, മിനി ബസ്സുകൾ, 2 ആക്സിൽ ബസ്സുകൾ തുടങ്ങിയ വാഹനങ്ങൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ കയറ്റത്തിലും ഇറക്കത്തിലും വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുമുണ്ട്.